സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് എന്തൊക്കെയാണ്? അതല്ലെങ്കിൽ ഒരു മൈക്രോ സംരംഭം ആരംഭിക്കുമ്പോൾ ഒരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമപരമായ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? മൈക്രോ സംരംഭങ്ങൾ ആരംഭിക്കുന്ന പലരും വിട്ടുകളയുന്നതോ അല്ലെങ്കിൽ വിസ്മരിച്ചു കളയുന്നതോ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ആവശ്യമായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കുകളെ കുറിച്ചുള്ള അറിവ്. ഇത്തരം റെഗുലേറ്ററി നീഡ്സ് ഫുൾഫിൽ ചെയ്യാതെ ആരംഭിക്കുന്ന സംരംഭങ്ങൾ പലപ്പോഴും വലിയ പ്രതിസന്ധിയിലേക്ക് പോകാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പുതുതായി ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏത് സംരംഭമാണ് തുടങ്ങുന്നത്, അത്തരം സംരംഭങ്ങൾക്ക് നിങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ട റെഗുലേറ്ററി കംപ്ലൈൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ഫുൾഫിൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പരിശോധിക്കാം. തുടക്കത്തിലേ പറയട്ടെ, ഇത് അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മൈക്രോ സംരംഭം നടത്തുന്ന ആൾ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു മൈക്രോ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണിത്. ഇവിടെ എവിടെയെങ്കിലും ഇഴയ്ക്കുമ്പോൾ, എവിടെയെങ്കിലും നമ്മൾ ലാക്കായി പോകുമ്പോൾ, എവിടെയെങ്കിലും നമുക്കൊരു വീഴ്ച പറ്റുമ്പോൾ അത് നമ്മൾ കെട്ടിപ്പടുത്ത നമ്മുടെ സ്വപ്നത്തിന്റെ, നമ്മളുടെ ജീവനോപാധിയുടെ, നമ്മളുടെ പ്രിയപ്പെട്ട ബിസിനസ്സിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാവാം എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയും വീഡിയോയുടെ അവസാനം വരെ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ റെഗുലേറ്ററി നീഡ്സും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം ലെങ്തിയായ വീഡിയോ ആണ്. ക്ഷമയോടുകൂടി വീഡിയോ പൂർണ്ണമായും കാണാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളോട് തുടക്കത്തിലെ അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്നാമത്തെ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനകത്ത് പ്രധാനമായും നമുക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് സംബന്ധിച്ചതാണ്. ഓരോ മൈക്രോ സംരംഭം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കൊച്ചു ബിസിനസ് സംരംഭങ്ങൾ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇന്ത്യൻ നിയമ വ്യവസ്ഥയ്ക്കകത്തുള്ള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്, അതായത് ഷോപ്സിനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള എംപ്ലോയീസിൻ്റെ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് അത് ഷോപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആവട്ടെ, ഒരു സർവീസ് സെൻ്റർ ആവട്ടെ, എന്തായാലും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അവരുടെ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണിത്. വർക്കിംഗ് ഹവേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ഹോളിഡേയ്സ്, വേജസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സംരംഭം ആരംഭിക്കുന്ന സമയത്ത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനകത്ത് പറയുന്നത് പോലെ എങ്ങനെയാണ് നമ്മുടെ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് ഹവേഴ്സ്, ഹോളിഡേയ്സ്, വേജസ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളിതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, ഏതെങ്കിലും വർക്കറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്നൊരു കംപ്ലൈൻറ്റ് പോയാൽ അത് നമ്മളുടെ സംരംഭത്തിൻ്റെ ഭാവിയിലേക്കുള്ള മുന്നോട്ട് പോക്കിന് ദോഷകരമായി ബാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ്. GST എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. GST പല രൂപത്തിലാണ് പല ബിസിനസ്സുകളെയും ബാധിക്കുന്നത്. പ്രധാനപ്പെട്ട GST ഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസ്. എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസിന് 0% ആണ് GST. അതായത് ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, മിൽക്ക്, ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസസ് പോലെയുള്ള സർവീസസുകൾ എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പട്ടികയിലാണ് GSTയിൽ പെടുത്തിയിട്ടുള്ളത്. ഇവയ്ക്ക് 0% ആണ് ടാക്സ്. ഹൗസ് ഹോൾഡ് നെസസിറ്റീസ് എന്ന് പറയുന്ന ഐറ്റംസിന് 5% ആണ് GST. ഷുഗർ, അതുപോലെ ടീ, കോഫി, കോള്, ഫെർട്ടിലൈസേഴ്സ്, സർവീസ് ലൈക്ക് ട്രാൻസ്പോർട്ട് സർവീസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെയുള്ള സർവീസിനൊക്കെ 5% ആണ്. നിങ്ങളൊരു കോഫി ഷോപ്പ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് ആണ് നടത്തുന്നതെങ്കിൽ 5% ആണ് ടാക്സ് അപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ ആ ടാക്സിനെ കുറിച്ച്, GSTയെ കുറിച്ച് അറിയുക. GST ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം നമ്മളിപ്പോൾ മൈക്രോ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളാണെങ്കിൽ, ഗുഡ്സ് ഡീൽ ചെയ്യുന്ന സംരംഭങ്ങളാണെങ്കിൽ, വാർഷിക ടേൺ ഓവർ 20 lakhs മുകളിലാണെങ്കിൽ GST അപ്ലിക്കബിൾ ആണ്. അതേപോലെ സർവീസ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ വാർഷിക ടേൺ ഓവർ 10 lakh മുകളിലാണെങ്കിൽ GST അപ്ലിക്കബിൾ ആണ്. ഇതിന് താഴെയാണെങ്കിൽ നോർമലി GST അപ്ലിക്കബിൾ അല്ല. പക്ഷേ എക്സ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സമയത്ത് നമ്മൾ റിട്ടേൺ സമർപ്പിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ GSTയെ കുറിച്ച് നിങ്ങളുടെ ബിസിനസ് ഏതാണോ അതുമായി ബന്ധപ്പെട്ട GST മനസ്സിലാക്കണം.
ഇനി 12% GST വരുന്നത് കമ്പ്യൂട്ടേഴ്സ്, അതേപോലെ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, സർവീസസ്, അതേപോലെ AC റെസ്റ്റോറൻറ്റ്, ബിസിനസ് ക്ലാസ് എയർ ടിക്കറ്റ്, അതുപോലെയുള്ള മൂവി ടിക്കറ്റ്, ഇതിനൊക്കെ ആഡംബര നികുതി അല്ലെങ്കിൽ 12% നമുക്ക് നികുതി ടാക്സ് വരുന്നുണ്ട്. ഇനി 18% ടാക്സ് വരുന്നത് സോപ്സ്, ടോയ്ലറ്ററീസ്, അതുപോലെ ഫർണിച്ചർ, സർവീസ് ലൈക്ക് AC റെസ്റ്റോറൻറ്റ്, ടെലികോം സർവീസ്. AC റെസ്റ്റോറൻ്റ് ഒക്കെ രണ്ടിലും വരുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. IT സർവീസസ്, ഫിനാൻഷ്യൽ സർവീസസ് പോലെയുള്ള ലക്ഷറി സർവീസസിന് വരുന്നത് 28% ആണ്. ആഡംബരം, പല കാറുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 28% GST വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട GST സ്ലാബ്സ് ഇതാണ്. ഇത് നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ ബിസിനസ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോക്കൽ ബോഡി റെഗുലേഷൻസ് ആണ്. നിങ്ങൾ ഏത് സംരംഭം നടത്തുകയാണെങ്കിലും ഏത് ബിസിനസ്സാണ് തുടങ്ങുന്നതെങ്കിലും ലോക്കൽ ബോഡീസിൽ അതിനാവശ്യമായ ലൈസൻസുകൾ, പെർമിറ്റുകൾ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, റിക്വയർമെൻറ്റ്, ആവശ്യമുള്ള ഇൻഡസ്ട്രീസിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ കളക്ട് ചെയ്യണം. നിങ്ങളൊരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിലാണ് നിങ്ങളുടെ ആ ഏരിയക്കകത്താണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ ബിസിനസ് എന്താണ് എന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് അവിടെ പ്രത്യേകമായൊരു ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ തൊഴിൽ നികുതിയും നമ്മൾ എംപ്ലോയീസിനെ വെക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരിലും ടാക്സ് അടയ്ക്കേണ്ടി വരും. അതൊക്കെ അടച്ച് നിങ്ങൾ ലൈസൻസ് കൈപ്പറ്റേണ്ടതാണ്. അതേപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അത്തരം ഫുഡുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലൈസൻസ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലേബർ ലോസ് ആണ്. ലേബർ ലോസിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം എംപ്ലോയീസ് നമ്മുടെ ബിസിനസ്സിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻസുകൾ അല്ലെങ്കിൽ പരാതികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ബിസിനസ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള റണ്ണിങ്ങിനെ ബാധിക്കും, ബിസിനസ്സിനെ മുന്നോട്ട് പോകുന്നതിനെ ബാധിക്കും. മിനിമം വേജസ് ആക്ട് പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. അതായത് ഓരോ കാറ്റഗറിയിൽ വരുന്ന തൊഴിലാളികൾക്ക് മിനിമം കൊടുക്കേണ്ട വേതനത്തെക്കുറിച്ചാണ് മിനിമം വേജസ് ആക്ട് പറയുന്നത്. അതുപോലെ എംപ്ലോയി പ്രൊവിഡൻ്റ് ആക്ട്, എത്ര നമ്പർ ഓഫ് പീപ്പിൾ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ടിൻ്റെ ഇംപ്ലിക്കേഷൻ വരുന്നത്. അതേപോലെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, അത്തരം കാര്യം എംപ്ലോയീസിൻ്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആക്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അത് അത്തരം സംരംഭങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് സഹായകരമാവും എന്നുള്ളതാണ് ഇവിടെ എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, അതുപോലെ തന്നെ ലോക്കൽ ബോഡി റെഗുലേഷൻസ്, ലേബർ ലോ എന്നിവയാണ് നിലവിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസാണ്. അതായത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി റെഗുലേഷൻസ് നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് രാജ്യമാകെ ലോകമാകെ മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ എക്സാമ്പിൾ അതൊരു ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മട്ടൺ ഫാം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളൊരു വാട്ടർ സർവീസ്, വാഹനങ്ങളുടെ വാട്ടർ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സാണ്, വർക്ക്ഷോപ്പാണ്, അല്ലെങ്കിൽ അത്യാവശ്യം എൻജിനൊക്കെ വർക്ക് ചെയ്ത് ചെറിയ പൊല്യൂഷൻസ് ഉണ്ടാക്കാൻ കഴിയാവുന്ന ഇൻഡസ്ട്രീസാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻവയോൺമെൻറ്റലുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് എന്താണോ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയുക, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് എങ്ങനെയാണ് അത് കംപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക, അതിനാവശ്യമായിട്ടുള്ള ഓഫീസുകൾ, അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ അവിടെ അത്തരം ഓഫീസുകളിൽ നിന്ന് നിങ്ങൾ നേടേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ട് IPR എന്നാണ്. അതായത് നമ്മളൊരു ഓരോ ബിസിനസ്സിൻ്റെയും അതിൻ്റെ ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്സ്, അതിൻ്റെ പാറ്റൻസ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് വർക്ക്സ്, അതിൻ്റെ കോപ്പി റൈറ്റ്, ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ബ്രാൻഡ് നെയിം, നമ്മളൊരു ബ്രാൻഡ് നെയിം നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആ ട്രേഡ് മാർക്ക്, ആ ബ്രാൻഡ് നെയിം മറ്റൊരാൾക്ക് യൂസ് ചെയ്യുന്നതിന്
സാധിക്കുന്നതല്ല. നമ്മുടെ ലോഗോ, നമ്മുടെ കളർ തീം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ടിനകത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് മെറ്റീരിയൽ അതേപോലെ മറ്റൊരാൾ കോപ്പി ചെയ്യുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ അഗെയിൻസ്റ്റാണ്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ച് ഓരോ സംരംഭകനും മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ IPR ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ IPR ആക്ട് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് FSSAI എന്നുള്ളതാണ്. നിങ്ങൾ ഫുഡ് റെസ്റ്റോറൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ ഫുഡ് ആളുകൾ ഡയറക്റ്റ് ഭക്ഷണ സാധനമായി കഴിക്കുന്ന ഏതെങ്കിലും ഐറ്റവുമായി ബന്ധപ്പെട്ട് മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAIയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേടിയിരിക്കണം. FSSAIയുടെ ക്വാളിഫിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ കംപ്ലീറ്റ് സക്സസ് ആയി തെളിയിച്ച് FSSAI സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേടിയിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഫുഡ് പ്രൊഡക്ട്സ് ആണ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതെങ്കിൽ അതിനകത്തൊക്കെ നിങ്ങളുടെ FSSAI സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾ പതിച്ചിരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോ ആണ്. ഡിജിറ്റൽ ലോ എന്ന് പറയുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ, സൈബർ സെക്യൂരിറ്റി, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ്. ഒത്തിരി നിയമങ്ങൾ സൈബർ ക്രൈം തടയുന്നതിന് വേണ്ടി ഓൺലൈനിലൊക്കെ നടക്കുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകളെ ഇന്ന് നമ്മുടെ കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ബ്രീച്ച് ചെയ്യാവുന്ന, സൈബർ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യുന്ന, കൊമേഴ്സ് ആക്ട് ബ്രീച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പാടുള്ളതല്ല. നിങ്ങൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾക്കകത്ത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ ബിസിനസ് ഏത് ബിസിനസ് ആവുകയാണെങ്കിലും ആ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാവിധ റെഗുലേറ്ററി ഏരിയയും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ കവർ ചെയ്ത ഏരിയയിൽ നിങ്ങളുടെ ബിസിനസ്സെ ബാധിക്കുന്ന എല്ലാ റെഗുലേറ്ററി ഏരിയയിലും നിങ്ങൾ നല്ല ശ്രദ്ധാലു ആയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിനകത്ത് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ സൈനിങ് ഓഫ്. ദിസ് ഈസ് സുഭാഷ് മാട്രോൺ, റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.